എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്വാതി തിരുനാൾ രാമവർമ്മ പണിയെഴുപ്പിച്ച കൊട്ടാരമായ കുതിരമാളികയിലാണ്. തെക്കൻ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തടി കൊണ്ടുള്ള ഭിത്തിയിൽ കൊത്തിയെടുത്ത 122 കുതിരകളിൽ നിന്നാണ് കൊട്ടാരത്തിന് ഈ പേര് ലഭിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള രാജകീയ കെട്ടിടങ്ങളുടെ ഒരു വലിയ സമുച്ചയത്തിന്റെ ഭാഗമാണ് കൊട്ടാരം. 1846 സ്വാതി തിരുനാളിന്റെ നിര്യാണത്തെ തുടർന്ന് ഒരു നൂറ്റാണ്ടിലേറെയായി കെട്ടിടം ആളില്ലാതെ കിടന്നു. 1840കളിൽ നിർമ്മിച്ച കുതിരമാളിക പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ്. അതിന്റെ സാധാരണ ചെരിഞ്ഞ മേൽക്കൂരകൾ, മേൽത്തട്ട്, തൂണുകളുള്ള വരാന്തകൾ, അടച്ച മുറ്റങ്ങൾ എന്നിവയുണ്ട്. സങ്കീർണമായ കൊത്തുപണികൾ മരം മേൽത്തട്ട് അലങ്കരിക്കുന്നു. ഓരോ മുറിക്കും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. 4 വർഷം കൊണ്ട് 5000 വിശ്വകർമാക്കൾ ചേർന്നാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തേക്ക്, റോസ്വുഡ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവ കൊണ്ടാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ മേൽക്കൂര മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 42 ബീമുകൾ കൊത്തിയെടുത്ത പാറ്റേണുകളെ പിന്തുണയ്ക്കുന്നു. ഗ്രാനൈറ്റ് തൂണുകളാണ് മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത്. വരാന്തയുടെ മേൽക്കൂരയിൽ പൂക്കളുടെ രൂപങ്ങൾ. കൊട്ടാരത്തിലെ പ്രധാന 16 മുറികൾ 16 വ്യത്യസ്ത പാറ്റേണുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കൊട്ടാരത്തിൽ 80 മുറികൾ ഉണ്ടെങ്കിലും അതിൽ 20 എണ്ണം മാത്രമാണ് 1995 സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. കൊട്ടാരത്തിനുള്ളിലെ തറ മുട്ടയുടെ വെള്ള, കരി, ചുണ്ണാമ്പ് കല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ആയതിനാൽ തന്നെ ചൂട് കാലാവസ്ഥയിലും ഇത് തണുത്തതും മിനുസമാർന്നതുമായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. ആദ്യം നമ്മളൊരു ടിക്കറ്റ് കൗണ്ടർ കണ്ടു. അവിടുന്ന് ടിക്കറ്റ് ക്യാഷേ ഉള്ളൂ. അകത്താണ് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ് ഏകദേശം കുറച്ച് ദൂരം നടന്നതിന് ശേഷം അവിടെ എത്തിയപ്പോൾ അവിടെ ക്യാമറ, നമുക്ക് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ 50 രൂപയാണ് നോർമലി പുറത്ത് ഫോട്ടോസ് എടുക്കുന്നതിന്. അകത്തുള്ള ഫോട്ടോയും പുറത്തുള്ള ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ 500 ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോയ്ക്ക് മാത്രമുള്ള ടിക്കറ്റാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ദൂരത്തേക്ക് നടക്കാൻ പറഞ്ഞു. അവിടെയാണ് ടിക്കറ്റ് ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുതിരമാളികയുടെ ഒരു ഭാഗം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചില സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരം മ്യൂസിയമാക്കി മാറ്റി. കൊട്ടാരത്തിൽ 80 മുറികളുണ്ടെങ്കിലും 20 എണ്ണം മാത്രമാണ് സന്ദർശകർക്കായി തുറന്നിട്ടുള്ളത്. കൊട്ടാരത്തിനുള്ളിൽ ഗൈഡഡ് ടൂർ ലഭ്യമാണ്. കൊട്ടാര ശേഖരങ്ങളിൽ 14 ജീവിത വലിപ്പമുള്ള കഥകളി മാനക്കിനുകൾ, ബെൽജിയൻ ഇറ്റാലിയൻ കണ്ണാടികൾ, ക്രിസ്റ്റൽ ചാൻഡിലിയേഴ്സ്, പെയിന്റിങ്ങുകൾ, ഒരു ഭീമൻ ബെൽജിയൻ ഹാർപ്പൂൺ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മഹാരാജാവ് സ്വാതിരുന്നാൾ പണിത കൊട്ടാരം. ഈ പാലസാണ് കൗടിയാർ പരാജോളവൻ താമസിക്കുന്ന കൊട്ടാരം. ഇത് നിങ്ങളിപ്പോൾ കാണുന്ന കുതിരമാളിക. ഈ പാലസ് കന്യാകുമാരി പോകുന്ന വഴി തക്കല പത്മനാഭപുരം പാലസ്. ഇതാണ് സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ പാലസ് പണിതത്. ഇതൊക്കെ ഒറിജിനൽ ആനക്കൊമ്പുകളും ഈ ഫ്ലോറെല്ലാം അന്നത്തെ ചിരട്ടക്കരിയാണ്, സിമൻ്റ് ഒന്നുമല്ല, മുട്ടയുടെ വെള്ളയും ചുണ്ണാമ്പും. ഇത് ആനയുടെ പുറത്ത് വയ്ക്കുന്ന അമ്പാരി, റാണിമാർ ഉപയോഗിച്ചിരുന്ന പല്ലക്ക് കേട്ടാ. ഇതെല്ലാം കഥകളി വേഷങ്ങളാണ്. ഈ 500 രൂപ പാസിനാണ് ഉള്ളിലെടുക്കുന്നത്. 50 രൂപ പാസ് വെളിയിലെടുക്കാൻ. ഗ്ലാസുകളാണ് ഇറ്റലിയിൽ നിന്ന് മഹാരാജാവിന് കൊടുത്ത സമ്മാനം. ഇതൊരു യൂറോപ്യൻ ഓയിൽ പെയിന്റിംഗ് ആണ്. മഹാരാജാവും ബ്രിട്ടീഷ് വൈസ്രോയും നടത്തുന്ന മീറ്റിംഗ് ആണ് 1851. ഓയിൽ പെയിന്റിങ്. അടുത്ത റൂമിലൊക്കെ ചൈനീസ് ഗിഫ്റ്റുകളാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്പൈസസ് ട്രേഡ് വഴി കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നോക്കാം. 2 സൈഡ് നോക്കി കയറി വരിക. അവിടെ ഇരുന്ന സമയം പെട്ടെന്ന് എടുക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ ഇല്ലാണ്ട് ഗ്ലാസ് 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 എല്ലാവരും വാതിലൊന്നും
അപ്പോൾ ഇതാണ് സ്വാതി തിരുനാൾ മഹാരാജാവ് സംഗീതജ്ഞൻ. ജനനം 1813 കയറിയല്ലോ. 1813 ജനനം, 46 മരണം, 33 വയസ്സിനോട് വെച്ച് നാട് നീങ്ങി. അതിനുശേഷം 180 വർഷക്കാലമായി കൊട്ടാരം അടച്ചിട്ട് 95 തുറന്നു. 22 ഏക്കറാണ് ഹോൾ പാലസ് ഏരിയ. ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അടുത്ത റൂമിൽ 600 വർഷം പഴക്കം ചെന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ. രണ്ട് സൈഡ് നോക്കണേ. നോക്കിയിട്ട് വരും. ഇങ്ങോട്ട് വയ്ക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സ്വെറ്റോസ്ലോവ് റോറിച്ച് വരച്ച ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭ്രമാത്മക ഛായാചിത്രം. രാജാവിൻ്റെ മുഖവും ചെരുപ്പും മുറിയുടെ എല്ലാ കോണുകളിൽ നിന്നും കാഴ്ചക്കാരനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രരചനയും. പിടിച്ചെടുത്ത തോക്കുകളും നോക്കിയിട്ട് മുകളിലോട്ട് കയറാം. ഒന്നാം നിലയിൽ ഒരു കാലത്ത് സദസ്സിന്റെ മുറിയായും ലൈബ്രറിയായും സ്വാതി തിരുനാൾ ധ്യാനിക്കുന്നതിനും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സംഗീതരചനകൾ ആവിഷ്കരിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന ഒരു ആൽക്കോവായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ നേരിട്ടുള്ള കാഴ്ച ഈ സ്ഥലം പ്രദാനം ചെയ്യുന്നു. അവിടെയുള്ള ചെറിയ മരപ്പട്ടികയിൽ മയിൽ, ആന, മഹാസർപ്പം എന്നിവയുടെ കൊത്തുപണികളുമുണ്ട്. മുറിയുടെ മേൽക്കൂരയിൽ തത്ത, മയിൽ, ആന എന്നിവയുടെ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉള്ളിൽ ചിലയിടങ്ങളിൽ ലൈറ്റിൻ്റെ ചെറിയ അഭാവം ഉള്ളതിനാൽ വീഡിയോ കുറച്ച് ക്ലിയർ അല്ലാതെ തോന്നും. പക്ഷേ ലൈറ്റിൻ്റെ പ്രകാശം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം പോലും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. കൊട്ടാരത്തിൽ 2 രാജകീയ സിംഹാസനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്, ദന്തസിംഹാസനം എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് ബൊഹീമിയൻ സ്ഫടികവും തിരുവിതാംകൂർ ചിഹ്നമായ ശംഖും പിൻഭാഗത്തിൻ്റെ മുകളിൽ അലങ്കരിച്ചിരിക്കുന്ന ഒന്നാണ്. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളുടെയും ശില്പങ്ങളുടെയും വലിയ ശേഖരവും കൊട്ടാരത്തിലുണ്ട്. 2 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചാർക്കോളും ലൈംസ്റ്റോണും മുട്ടയുടെ വെള്ളയും ചേർത്ത് മിനുക്കിയെടുത്ത കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോൾ തണുപ്പ് നമ്മളുടെ നെറുകയിൽ വരെ എത്തും. ചാരുതയാർന്ന വാസ്തുശൈലിയിൽ നിർമ്മിതമായ ഇരുനില സൗധത്തിൻ്റെ മുന്നിലെ നവരാത്രി മണ്ഡപം സംഗീത കച്ചേരികൾക്കുള്ള സ്ഥിരം വേദിയാണ്. ജനുവരി 6 മുതൽ 12 വരെ നടക്കുന്ന സ്വാതി സംഗീതോത്സവമാണ് ഇതിൽ പ്രധാനം. ആധുനിക ശബ്ദ ക്രമീകരണ സംവിധാനങ്ങൾ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ മണ്ഡപത്തിൽ മികച്ച ശബ്ദ വിന്യാസത്തിനായി മേൽത്തട്ടിൽ നിന്ന് 50 മൺകുടങ്ങൾ കമിഴ്ത്തി തൂക്കിയിട്ടിരിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും കുതിരമാളികയും മ്യൂസിയവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിനാണെങ്കിൽ 100 രൂപയാണ്. മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ 50 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കണം. അത് പുറത്ത് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അകത്തെ ഫോട്ടോയും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 500 എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടി വരും. 30 രൂപയാണ് അവിടുത്തെ ആർട്ട് ഗ്യാലറിയിലുള്ള ഫോട്ടോസ് കാണാനായിട്ട് വേണ്ടി വരുന്നത്. രാജാക്കന്മാരുടെയും പഴയകാല ഒരുപാട് ചിത്രങ്ങൾ അവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നമ്മളിടുന്ന വീഡിയോസിൻ്റെ അപ്പപ്പോഴുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ കയറി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.